നിങ്ങളുടെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. അനവധി നാളുകൾ തള്ളി നീക്കിയെങ്കിലും അവസാനം ആ ദിവസം വന്നെത്തി. നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ എന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് കുറേ റിസർച്ച് നടത്താൻ തീരുമാനിച്ചു. പണ്ടും ഇതുപോലെ റിസർച്ച് നടത്തി കുറേ സമയം കളഞ്ഞിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനമെടുത്തു. ഫിഷിംഗ് വീഡിയോസ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ അടുത്തുള്ളൊരു കടയിൽ പോയി ഒരു ചൂണ്ട വാങ്ങി അതൊരു കമ്പിൽ കെട്ടി ഫിഷിങ്ങിനായി പോയി. നിങ്ങളുടെ വീടിനടുത്തുള്ള കുളമാണ് ലക്ഷ്യം. രാവിലെ വീട്ടിലുണ്ടാക്കിയ ഗോതമ്പ് പുട്ടാണ് തീറ്റ. അങ്ങനെ നിങ്ങൾ പുട്ട് ചൂണ്ടയിൽ കെട്ടി അത് കുളത്തിലിട്ട് കുളക്കടവിൽ ഇരിപ്പായി. മീനുകൾക്കും ഗോതമ്പ് പുട്ട് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. നേരെ ഉച്ചയായിട്ട് ഒരു മീൻ പോലും കുത്തുന്നില്ല. മീനെ പിടിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മരക്കൊമ്പിൽ ഉടക്കി വെച്ചിരുന്ന ഫോണിലെ ചാർജും തീരാറായി. നിങ്ങൾക്ക് മടുപ്പ് തോന്നി. പക്ഷേ നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഗേവപ്പ് ചെയ്യരുതെന്ന്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്യാൻ നടക്കുന്ന ഒരു മീനാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ചൂണ്ടയിൽ കുത്തി. സക്സസ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ മീനെ കിട്ടി. അതിനെ പിടിക്കുന്ന വീഡിയോ റെക്കോർഡുമായിട്ടുണ്ട്. നിങ്ങൾ നേരെ വീട്ടിൽ പോയി ഒരു ബന്ധമില്ലാത്ത പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തു. വീഡിയോയുടെ ടൈറ്റിൽ മൈ ഫസ്റ്റ് ക്യാച്ച്. നിങ്ങളുടെ 3 കൂട്ടുകാർക്കും നിങ്ങൾ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുത്തു. 4 പേരും പുച്ഛിച്ചു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് 14 വ്യൂസായി. അതിൽ 10 വ്യൂസ് നിങ്ങൾ തന്നെ കണ്ടതാണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ 3 എണ്ണം നിങ്ങൾ ലിങ്ക് അയച്ചു കൊടുത്ത കൂട്ടുകാർ. പക്ഷേ ബാക്കി ഒരെണ്ണം അതാരാണെന്ന് നിങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. പക്ഷേ ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് നിങ്ങളെ ഇൻസ്പയർ ചെയ്തു. നിങ്ങൾ വീണ്ടും ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 5-6 വീഡിയോസ് ആയപ്പോൾ നിങ്ങളുടെ ചാനലിൽ 10 സബ്സ്ക്രൈബേഴ്സായി. വീഡിയോസിനൊക്കെ 10-30 വ്യൂസും കിട്ടാൻ തുടങ്ങി. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നി. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കുറച്ചുകൂടെ നന്നാക്കാനായിട്ട് നിങ്ങൾ കുറച്ച് ഫിഷിംഗ് ടിപ്സ് കൂടെ അതിൽ ആഡ് ചെയ്തു. നിങ്ങൾ സീരിയസ് ആയിട്ട് ആ ടിപ്സൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും കണ്ടവർക്കെല്ലാവരും നല്ല കോമഡിയായി തോന്നി. അങ്ങനെ കൂടുതൽ ആൾക്കാർ ആ വീഡിയോ കണ്ടു. അങ്ങനെ ആ വീഡിയോ വൈറലായി. അതിൻ്റെ കൂടെ നിങ്ങളുടെ ചാനലിൽ പൊടി പിടിച്ചു കിടന്ന ബാക്കി എല്ലാ വീഡിയോസും വൈറലായി. അങ്ങനെ നിങ്ങൾ പതുക്കെ ഫേമസ് ആകാൻ തുടങ്ങി. പിന്നെ നിങ്ങൾ എന്ത് വീഡിയോ ഇട്ടാലും അത് വൈറലാകാൻ തുടങ്ങി. ആൾക്കാരൊക്കെ നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങി. നാട്ടുകാരൊക്കെ വന്ന് സെൽഫി എടുക്കാൻ തുടങ്ങി. അങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സക്സസ് ആയി. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്നും വിചാരിക്കണ്ട. ആദ്യം പോയി ഫസ്റ്റ് വീഡിയോ ഇട്ടോ. ചിലപ്പോൾ ഫസ്റ്റ് വീഡിയോ ആരും കണ്ടില്ലെന്നൊക്കെ വരാം. ചിലപ്പോൾ 10 വീഡിയോ ഇട്ടാലും ആരും കണ്ടില്ലെന്ന് വരാം. പക്ഷേ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ഈ പരിപാടി പഠിക്കും. വീഡിയോ അങ്ങനെ ഇമ്പ്രൂവ് ആവും. അങ്ങനെ ആൾക്കാർ കണ്ടു തുടങ്ങും. ചാനൽ സക്സസ് ആവും. പക്ഷെ ഞാൻ ഇതുവരെ സക്സസ് ആയില്ല കേട്ടോ.